തൃശ്ശൂർക്കാരാണോ? ഓക്കെ. അപ്പൊ തൃശ്ശൂർ മത്സരിക്കണത് ആരൊക്കെയാണെന്ന് അറിയാലോ അല്ലേ? അപ്പൊ തൃശ്ശൂർ ആര് ജയിക്കും എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? എന്നാലും ഒരു ഗസ്സിങ്. എന്തുകൊണ്ട് അറിഞ്ഞൂടാ? ഓക്കെ. അപ്പൊ തൃശ്ശൂർ ഇപ്രാവശ്യം മത്സരിക്കണത് ആരൊക്കെയാണെന്ന് അറിയാലോ അല്ലേ? അപ്പൊ ആരായിരിക്കും തൃശ്ശൂര് വിജയ സാധ്യത കൂടുതൽ? ആർക്കായിരിക്കും? ഞങ്ങൾക്ക് പൊളിറ്റിക്സിന്റെ കാര്യങ്ങളായിട്ടൊന്നും അങ്ങനെ ഇല്ല. നിങ്ങൾ എന്തിനാ പഠിക്കണേ? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായങ്ങളും ഇല്ല? ആര് ജയിച്ചാലും തോറ്റാലും നോ പ്രോബ്ലം. ബിജെപി എന്ന പാർട്ടിയോട് ഒരു ഇതില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി ഇവിടെ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. സുരേഷ് ഗോപി എന്ന നടന് ഇഷ്ടല്ലേ? നടന് ഇഷ്ടമാണ്. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് ഇതിലും നമ്മള് ചെറുപ്പത്തിൽ തൊട്ട് കണ്ടു വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നടനും ആള് അഭിനയിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ എനിക്കത് താല്പര്യമില്ല. അതിനോട് എനിക്ക് ഉൾക്കൊള്ളുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ സുനിൽകുമാർ ജയിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ തൃശ്ശൂർ ആരൊക്കെ മത്സരിക്കണേന്ന് അറിയാലോ? ആർക്കായിരിക്കും ഇവിടെ വിജയ സാധ്യത കൂടുതൽ? സുനിൽകുമാർ. എന്തുകൊണ്ടാണ് അങ്ങനെ? ജയിക്കും തോന്നുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ചാൻസ് ഉണ്ട്, പക്ഷെ ജയിക്കേണ്ട കാര്യം അത് സംശയം. ജനങ്ങളുടെ വോട്ടനുസരിച്ച്. അപ്പൊ തൃശ്ശൂർ മത്സരിക്കണത് ആരൊക്കെയാണെന്ന് അറിയാലോ അല്ലേ? അപ്പൊ ആർക്കായിരിക്കും ഇവിടെ വിജയ സാധ്യത കൂടുതൽ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ സുനിൽകുമാർ ജയിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ ആ രാഷ്ട്രീയത്തോട് എനിക്ക് സിപിഎമ്മിനോട് ഉള്ളത്. സുരേഷ് ഗോപിയുടെ കാര്യം ചോദിക്കണ്ടല്ലോ അല്ലേ? താല്പര്യമില്ല. സുനിൽകുമാർ ജയിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം.